സപ്പോർട്ട് അന്ന് ഇന്നും ഉണ്ട്. അപ്പം നമ്മുടെ സ്ഥലത്തിന് കൃത്യമായിട്ട് ഫോറസ്റ്റ് അല്ലാതെ ആദിവാസികൾക്ക് പട്ടയം നൽകണം, നാട്ടിലുള്ള ജനങ്ങൾ പോലെ തന്നെ. എല്ലാവരും മനുഷ്യരല്ലേ, ആദിവാസിയും നാട്ടിലുള്ളവരും എല്ലാം തുല്യമില്ല. വ്യത്യാസം പാടില്ല. എന്ത് നാട്ടിലുള്ള മുഴുവനായിട്ട് ഓരോരുത്തന് കൊല്ലോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷ എല്ലാം തുല്യമില്ലേ, എല്ലാവർക്കും തുല്യമാണല്ലോ. ആ നിയമം പിന്നെ ഇതിലും നിയമം കൃത്യമായിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകണം. നാട്ടിൽ പോലെ തന്നെ ഇവിടെ ആദിവാസികൾക്കും ഉണ്ടാകണം. അവർ മനുഷ്യരാ, മൃഗമല്ലല്ലോ. കാട്ടിലെ ആദിവാസിയെ കാട്ടിലോട്ട് തന്നെ മാറ്റി നിർത്താൻ പാടില്ല. ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കോഴിയാളക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഈ കോഴിയാളക്കുടിയുടെ ഊര് മൂപ്പനായ ഇന്ദ്രൻ എന്ന ആളോടൊപ്പമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ ഊരിൻ്റെ കോഴിയാളക്കുടിയുടെ ഊര് മൂപ്പനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രൻ എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കോഴിയാളക്കുടി എന്ന സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളുടെ സംസ്കാരത്തെക്കുറിച്ചും ആചാര രീതികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ മൂപ്പനായിട്ട്? മൂപ്പനായിട്ട് ഇപ്പോൾ ഒരു 20-25 വർഷമായുള്ളൂ. അതിനു മുമ്പ് എൻ്റെ കാരണവരായിരുന്നു ഊർ മൂപ്പനായിട്ട് നിന്ന. അതിനുശേഷം എൻ്റെ ചേട്ടൻ പുലേന്ദ്രൻ ചന്ദ്രനാണ്. അതിനുശേഷമാണ് ഞാൻ ഒരു 20 വർഷമായിട്ട് ഊർ മൂപ്പനായിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ പാരമ്പര്യമായിട്ടാണോ? ഇങ്ങനെ പാരമ്പര്യമായിട്ടല്ല, പിന്നെ ഈ കുറേ ആൾക്കാർ പുറത്തുള്ള സർക്കാർ പോസ്റ്റിലും പിന്നെ പുറത്തുള്ള അധികാരികളും പഞ്ചായത്ത് മെമ്പറായിട്ടോ മന്ത്രിമാരോടോ MLA ആൾക്കോ സംസാരിക്കാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് വെക്കും. അങ്ങനെ അല്ലാത്ത ഇതിനെക്കുറിച്ച് നാടിനെ കുറിച്ചും നമ്മുടെ പുറത്തുള്ളതിനും നമ്മുടെ നാട്ടിലുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുകയുള്ളൂ. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതാണ് ഊർ മൂപ്പൻ. ഇവിടെയുള്ള എല്ലാ ആളുകളും തിരഞ്ഞെടുക്കുന്നതാണ് മൂപ്പനായിട്ട്? അതെ അതെ, ഇവിടെയുള്ള ആൾക്ക് ട്രൈബൽ ഓഫീസറും കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രമോട്ടറും ട്രൈബൽ ഓഫീസറും കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് ഊർ മൂപ്പനായിട്ട്. അപ്പം അവിടെ ഊർക്കൂട്ടം വിളിച്ചിട്ട് അവിടെ ട്രൈബൽ ഓഫീസർ വിളിക്കും, ഊർ മൂപ്പനായിട്ട് നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്നോ ഒരു പേര് നിർദ്ദേശിക്കും. അങ്ങനെയാണ് ഊർ മൂപ്പനെ തിരഞ്ഞെടുക്കുന്നത്. എത്ര വർഷത്തേക്കാണ് ഒരു തവണ തിരഞ്ഞെടുക്കുന്നത്? ഈ തിരഞ്ഞെടുക്കുന്ന ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഞാനില്ലെങ്കിൽ തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ തന്നെ ആയിരിക്കും. ഇവിടെ മൊത്തം എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ 78 കുടുംബങ്ങളുണ്ട്. 78 കുടുംബങ്ങൾ. ഈ 78 കുടുംബങ്ങൾ എന്ന് പറയുമ്പം മൊത്തം എത്ര ജനസംഖ്യ ഉണ്ടായിരിക്കും എന്നറിയാമോ? ജനസംഖ്യ ഒരു 300-ന്റെ അടുത്തോളം ജനസംഖ്യ ഉണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെ? അംഗൻവാടിയുള്ളു. സ്കൂള് ആനക്കുളം. അപ്പോൾ നേരത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങളൊക്കെ ഇല്ലായിരുന്നു? സ്കൂളുണ്ടായിരുന്നു. ഇപ്പം ടീച്ചറില്ലാതെ കുട്ടികൾ 4ാം ക്ലാസ് വരെ ആദിവാസി മേഖലയിൽ കുടികളിൽ പഠിച്ചാലും പുറത്തുള്ള സംസ്കാരം മലയാളം വരുന്നില്ല. ഇവിടെ കുടിയിലാകുമ്പോൾ കുടിയിലുള്ള രീതിയിലുള്ള മുതാപാസ് തന്നെ സംസാരിച്ച് അങ്ങനെ പുറത്തിറങ്ങി പിന്നെ പഠിക്കുമ്പോൾ അവർക്ക് ശരിയാകുന്നില്ല, പഠിത്തം ശരിയാകുന്നില്ല, സംസ്കാരം ശരിയാകുന്നില്ല. സ്പെല്ലിങ് അത് നമ്മുടെ ഭാഷയിൽ തന്നെ വരുള്ളൂ. അന്നേരം വലിയ കുട്ടികളായി പോലും 4ാം ക്ലാസ് പഠിക്കും, പിന്നെ പുറത്തോണ്ട് ഹോസ്റ്റലിലാക്കുന്ന. അതുകൊണ്ട് ആദ്യത്തെ സ്കൂൾ വേണ്ട, എന്നാൽ നമുക്ക് ഹോസ്റ്റലിൽ MRC കൊണ്ട് നിർത്തി നല്ല ഇപ്പം മലയാളി കുട്ടികൾ പോലെ തന്നെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിയാം. 4ാം ക്ലാസ് നേരത്തെ ഇവിടെ പഠിപ്പിക്കായിരുന്നു. ഇപ്പോൾ 1ാം ക്ലാസ് ആനക്കുളം. അവിടെ വരെ പോകുന്ന കുട്ടികൾ ദൂരമില്ലേ? ഇപ്പം വണ്ടി വരുന്നില്ല. ഇപ്പം എനിക്ക് വാഹനമുണ്ട്. ആ വാഹനത്തെ കൂടിയ കുട്ടികൾ കൊണ്ടുപോകുന്നു. ചെലവ് നമ്മുടെ ട്രൈബിളിൽ നിന്ന് ഗവൺമെന്റ് എന്തെങ്കിലും ഫണ്ട് വല്ലതും ചെയ്തു തരുമോ? എല്ലാ മാസവും പൈസ തരും. ഇവിടെ കുടിയേറിട്ട് 62-ലാണ് ഇവിടെ കുടിയേറി. 1962. ഇവിടെ ആനക്കുളത്തൊക്കെ സ്ഥലം കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ? കണ്ടതായ മിച്ചഭൂമി വിതരണം ചെയ്ത് നമ്മുടെ നയിനാറിന്റെ ഭരണത്തിൽ കാലഘട്ടങ്ങളിൽ 80-ലെ കാലഘട്ടങ്ങളിലാണ് ഇവിടെ സ്ഥലം മാങ്കുളം മിച്ചഭൂമി, കണ്ടതായ മിച്ചഭൂമി വിതരണം ചെയ്യുന്നത്. അതിനുമുമ്പ് ഞങ്ങൾ 62-ൽ ലാബിയൻ എന്നും പറഞ്ഞ് സായിപ്പ് അവിടെ കൊണ്ടാക്കുന്നത് ഞങ്ങളെ
ഞങ്ങൾ പണ്ട് കാലാകാലങ്ങളായിട്ട് എൻ്റെ മുത്തച്ഛനൊക്കെ ഉള്ള കാലം തൊട്ട് നമ്മൾ മാട്ടുപ്പെട്ടി കുണ്ടളക്കുടി എന്ന് പറയും, അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ശരി, മാട്ടുപ്പെട്ടി കുണ്ടളക്കുടി എന്നാണ്. കുണ്ടളക്കുടി. അപ്പം ഞാൻ ജനിച്ചതൊക്കെ അവിടെയാണ്. 62 ആ മല പളയകുടി എന്ന് പറയാം, ആ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുന്ന അവിടെയായിരുന്നു താമസിച്ചുകൊണ്ട്. അന്നേരം മാങ്കുളം ഇല്ല. ഇല്ലില്ല. ഞങ്ങൾ രാജ്യമലയിൽ പോയി അരി സാധനമൊക്കെ മേടിക്കുന്നത് മാങ്കുളമായിരുന്നു. അപ്പം എൻ്റെ കാരണവർ സായിപ്പിൻ്റെ ആളായിരുന്നു. അപ്പം ലാബിൻ്റെ ആളായിരുന്നു. 20 വർഷം ജീവനക്കാരനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി റിട്ടയർഡായി നാട്ടിൽ പോയപ്പോൾ ഇത് കണ്ണന്തേവൻ വെച്ച ഭൂമി ഇതിൽ നമുക്കൊരു സ്ഥലമുണ്ട്, ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാണ്. ആ പുള്ളി മാതാമ്മയും വന്ന കണ്ണന്തേവൻ മാങ്കുളം മൊത്തം കണ്ണന്തേവൻ്റെ മിച്ച ഭൂമിയാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇത് മൊത്തം കാടായിട്ടായിരുന്നു? കാട ഇല്ല കാട ഓരോ കാടായിരുന്നു. വന്നമൊരു ആനയും പോത്തും അങ്ങനെയുള്ള. അതാ ഞങ്ങൾ അവിടെ ഇത് തെളിക്കുന്നവരെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ ചെയ്തതെന്ന് അന്നത്തെ ജീവിതം തുരിതുവാണ്. അവിടെ നിന്ന് രാജ്യമലോട്ട് ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ എങ്കിലും 20 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. 20 കിലോമീറ്റർ വരുന്നുണ്ട് രാജ്യമല. നടന്നു പോയി രാവിലെ പോയാൽ വൈകിട്ട് പിറ്റേ ദിവസം വരും. സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട അവിടെ ചെന്നാൽ മേടിക്കാം. അല്ലെങ്കിൽ അടിമേലിൽ തന്നെ ആളില്ലല്ലോ. അവിടെ 1-2 വീടുകൾ മന്നാമാർ മാത്രമേ ഉള്ളൂ, മന്ന സമുദായത്തിൽപ്പെട്ടവർ. നാട്ടുകാരൊന്നും കയറിയിട്ടില്ല. പിന്നെ ഞങ്ങൾ രാജ്യമലയിൽ നിന്ന് അരി സാധനം മേടിച്ച് ഒരു 75 ആകുമ്പോൾ ഇവിടെ കുടികയറ്റം മാങ്കുളം മത്തപ്പാപ്പന് കൊളങ്ങരി. ഇവർ പൂഞ്ഞാറ് തമ്പരാനോടൊന്ന് സ്ഥലം മേടിച്ച് പൂഞ്ഞാറ് പാപ്പച്ചനെ, പിന്നെ കൊളങ്ങരി കുഞ്ഞേട്ടനെ, മത്തപ്പാപ്പൻ ഇവരൊക്കെ വന്നു. അതിനുശേഷം ആനക്കുളം 3 വാക്കൻ കുഞ്ഞപ്പഞ്ചേട്ടനെ, പിന്നെ ആറ്റുപുറം കുഞ്ഞേട്ടനെ, പൊറുന്നുവല്ലിയിൽ ഇവരൊക്കെ സ്ഥലം മേടിച്ച് അവരും ഇവിടെ വന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഇവിടെ വന്ന് കൂടുന്നു. ഞങ്ങൾക്ക് അന്നത്തെ കാലത്തെ കപ്പ പോലെ അറിയത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന കപ്പ ഫുഡ് കുറുമ്പുല്ല്. സായിപ്പ് ഞങ്ങൾ ഇവിടെ വന്നാലത്തെ പട്ടിണി കിടക്കണ്ടേ, അപ്പം ഞങ്ങൾ പ്രധാനമായിട്ട് കഴിക്കുന്ന കുറുമ്പുല്ല. അപ്പം 60 ചാക്ക് കുറുമ്പുല്ല് ലാബിയിൽ നിന്ന് സായിപ്പ് തന്നു ഞങ്ങൾക്ക്. ഇപ്പം ട്രൈബൽസ് തരുന്ന പോലെ തന്നെ സബ്സിഡി ആയിട്ട് കുറച്ച് പൈസ ഞങ്ങളിവിടെ ഏലക്ക എടുത്ത് ഒരു 1500 രൂപ. 60 ചാക്ക് കുറുമ്പുല്ലിന് 1500. പിന്നെ ഒരു 2500 മൊത്തത്തിൽ അടച്ചു. 60 ചാക്ക്. അതെ അതടച്ചു. അത് ആ കുറുമ്പുല്ല് വെച്ചാണ് ഞങ്ങളിവിടെ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചത്. ഏലകൃഷി വിരിപ്പും കരനെല്ല്. ആവശ്യത്തിന് ഒരു ആണ്ടിനിക്ക് നെല്ല് തന്നെ കിട്ടും. പിന്നെ നമുക്ക് ഏലക്ക വരച്ച് കഴിഞ്ഞാൽ അത് കൊടുത്ത് ബാക്കിയുള്ള മറ്റുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ചിലവുകൾ നോക്കിയാൽ ഒരു വർഷത്തിനുള്ള വിരിപ്പൊക്കെ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് 75, 76, 77 ആകുമ്പോൾ തന്നെ പോർഷ് നമ്മുടെ കണ്ണന്താവൻ മിച്ച ഭൂമി ഏറ്റെടുത്ത ശേഷം പിന്നെ വിരിപ്പ് വെട്ടാനൊന്നും സമ്മതിക്കില്ല, പോർഷ് സമ്മതിക്കില്ല. അതിന് മുമ്പ് വെട്ടുമായിരുന്നു. പിന്നെ സർക്കാർ കണ്ണന്താവൻ മിച്ച ഭൂമി നമ്മുടെ സ്പെഷ്യൽ ഫോറസ്റ്റ് ഏറ്റെടുത്തില്ല. അതിനുശേഷം വിരിപ്പ് വെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. 80 ഞങ്ങൾക്ക് പിന്നെ കണ്ണന്താവൻ മിച്ച ഭൂമിയോടെ പതിച്ചു കൊടുത്തപ്പോൾ സെറ്റിൽമെൻറ്റ് സർവേ ആയിട്ട് കല്ലിട്ട് പതിച്ചു തന്നു. സെപ്പറേറ്റായി ഞങ്ങൾക്ക് സ്ഥലം താലൂക്ക് സർവേ തന്നെ ഇട്ട് പതിച്ചു തന്നു. ഒരു കുടുംബത്തിനാണോ 5 ഏക്കർ? ഒരു കുടുംബത്തിന്. ഇവിടെ ഒരു കുടുംബത്തിന് 5 ഏക്കർ ഞങ്ങൾ സെറ്റിൽമെന്റ് ആയിട്ട് മൊത്തം കിട്ടുന്നു. എങ്കിലും നമ്മുടെ തേങ്ങ അനുസരിച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് താലൂക്ക് സർവേ ഇട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ ചാവൽക്കുടി ഇവിടെ എല്ലാം പ്ലോട്ട് തിരിച്ചു കൊടുത്തു. ഇവിടെ അങ്ങോട്ട് 42 പ്ലോട്ട് 2.5 ഏക്കർ സ്ഥലം വെച്ച് കൊടുത്തു. നാട്ടുകാർക്ക് പോലെ തന്നെ. നമുക്ക് അങ്ങനെ വേണ്ട, കോളനി ആയിട്ട് തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞ് കോളനി ആയിട്ട് തിരിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലവും കൃഷി ചെയ്യാനായിട്ട് സ്ഥലമാണ്. അന്നേരം പ്രത്യേകം ഇന്നാൾക്കൊന്നും ഇല്ല. അതിനുശേഷം രണ്ടാമത്തെ ഒരു 95 അത് 84 ഞങ്ങൾക്ക് വെവ്വേറെ തിരിച്ചു തന്നു. തേങ്ങയുള്ള സ്ഥലം തിരിച്ചു. അതിനുശേഷമാണ് നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? അതെ.
കൃഷി അന്ന് ഏലകൃഷി മാത്രമേ ഉള്ളൂ, നാടൻ കൃഷി അറിയത്തില്ലായിരുന്നു. നാട്ടുകാർ വന്ന ശേഷം പിന്നെ ഈ കുരുമുളക് കുറിച്ച് അതൊക്കെ അവർ വന്ന് വള്ളി കൊണ്ടുവരും, അവർ തന്നെ നട്ടു കാണിച്ചു തരും, കപ്പ കൊണ്ട് തരും. കപ്പ കൊണ്ടുവന്ന് ചോന്നിട്ട് ഇങ്ങനെയാ ഉടലോട്ടുന്ന മരുന്ന് ഉടലോട്ടി നട്ട് കാണിച്ചു. നാട്ടുകാരുടെ രീതിയിൽ ജീവിച്ച് നാട്ടുകാർ ഇവിടെ വന്ന് നാട്ടുകാരെ നമുക്ക് കാണിച്ചു തന്നെ. അതിന് ഇപ്പം നാടൻ കൃഷികളൊന്നും അറിയത്തില്ലായിരുന്നു. ഈ വീർപ്പ് കൃഷി മാത്രമേ എല്ലാം നാടൻ. ഇപ്പം തെങ്ങ്, റബ്ബർ, കമുക്, കൊക്കോ, കാപ്പി, കുരുമുളക് എല്ലാ കൃഷിയുണ്ട്. എന്താണ് ഏറ്റവും നല്ല കുരുമുളക് ഏറ്റവും കൂടുതൽ കൃഷി. കുരുമുളകുണ്ട്, അതുപോലെ കാപ്പിയുണ്ട്, കൊക്കോയുണ്ട്. ഇവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനൊക്കെ ഇരിക്കുന്നത്. അതെ, എൻ്റെ ആദ്യം റബ്ബർ വെച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ 3 വാക്ക് കുഞ്ഞപ്പൻ ചേട്ടനോട് തൈ കൊണ്ടുവന്നിട്ട് പൊറുന്നുവല്ലിയോടൊന്ന് തൈ കൊണ്ടുവന്നു. ഇവിടെ റബ്ബർ വെച്ചു, മെഷീന് മേടിച്ചു വെച്ചു. പിന്നെ ഇപ്പം എല്ലാവരും റബ്ബർ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ ഈ ജീവിത രീതികളൊക്കെ എങ്ങനെയാ? വിവാഹം, അതുപോലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരിൽ ഞങ്ങളുടെ ഈ മുറപ്പെണ്ണനെ കിട്ടുള്ളൂ. മുറപ്പെണ്ണ അത് ഇവിടെ തന്നെ ആയിട്ട് അതോ ഇവിടെ അല്ല, ദൂരം കുടിയിൽ അവിടെ ഉണ്ട്, സമുദായത്തിൽപ്പെട്ട അവിടെ പോയി കിട്ടും. അന്നേരം ഇവിടെ അവിടെ അന്വേഷിച്ച് അപ്പനമ്മയൊക്കെ പോയി അന്വേഷിച്ച് ബന്ധം അന്വേഷിച്ചിട്ട് അവിടെ പറഞ്ഞു അവിടെ പോയി കിട്ടും. ഇവിടെ ഇപ്പൊ അടുത്ത ഏതാ കുടികളൊക്കെ ഉള്ളത്? ഇവിടെ അടമലക്കുടിയുണ്ട്, 6 മൈലുണ്ട്, പിന്നെ ശൂർനെല്ലി, ബൈസമാലി, മരയൂർ, വട്ടവട, കുണ്ടള, എല്ലാ മേഖലയുണ്ട്. ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ അടമലക്കുടി ഇതിൽ നടന്നു പോവാം, 2 മണിക്കൂർ പോയാൽ മതി. നടന്നു പോവാം. അല്ലാതെ വണ്ടി ഇപ്പോൾ രാജമല വെട്ടിമടി എന്ന് വണ്ടി ചെല്ലും. കടലപ്പാറക്കുടി വരെ വണ്ടി ചെല്ലുന്നുണ്ട്, ഓട്ടോറിക്ഷ ചെല്ലും. ഈ വിവാഹത്തിന്റെ രീതികളൊക്കെ എങ്ങനെയാ? പോലെയാണോ നിങ്ങളുടെ പ്രത്യേക? നാട്ടുകാരെ പോലെ അല്ല, നമ്മുടെ രീതി വേറെ രീതിയാണ്. ഇപ്പൊ താലി കെട്ടുന്നുണ്ട്. നേരത്തെ താലി കെട്ടല്ലേ, ഞങ്ങൾക്ക് സാമ്പത്തികം കുറവായതുകൊണ്ട് താലി കെട്ട ഇല്ല. പിന്നെ ഈ ഒരു സാരിയും കല്ലുമാല, വള ഇതൊക്കെ മേടിച്ച് ഞങ്ങളുടെ രീതിയിൽ ഒരു ചെറുക്കൻ കാണും കൂട്ടത്തിൽ, കൂട്ടുകാരനായിട്ട്. അവനാണ് ഇതുകൊണ്ട് പെണ്ണിൻ്റെ കൈ കൊടുക്കുള്ളൂ. ആ പെണ്ണ് അത് കൊടുത്ത് വരും. അതിന് ശേഷം ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് ആ ചെറുക്കൻ അപ്പനമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. കൂട്ടുകാരനാണ് ആക്കുന്നത്. പിന്നെ ബന്ധുക്കാരുടെ വീട്ടിൽ, ബാക്കി ബന്ധുക്കാർ എല്ലാ വീട്ടിലും പോകും. എല്ലാ വീട്ടിലും അവർ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കും എല്ലാവരും. പിന്നെ 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് ഒരാഴ്ചക്കകം പിന്നെ പെണ്ണിന്റെ വീട്ടിൽ പോകും. വീണ്ടും മറുവീടെന്ന് പറയും. മറുവീട് അങ്ങനെ പോയിച്ച് തിരിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ നിർത്തും. പെണ്ണ് ചെറുക്കൻ്റെ വീട്ടിലേ നിൽക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ സ്ത്രീധന സംവിധാനങ്ങളൊക്കെ സ്ത്രീധന സമ്മാനം ഇപ്പം എൻ്റെ പെണ്ണിന് ഞാൻ കെട്ടിച്ചു വിട്ടുന്ന സ്ഥലം വീതിച്ചു കൊടുക്കും. ചെറുക്കനെയും പെണ്ണിന് പിള്ളേർക്ക് സ്ഥലം വീതിച്ചു കൊടുക്കും. പണ്ട് അങ്ങനെയാ. ഇപ്പൊ സ്വർണം ഈ സാമ്പത്തികങ്ങളുള്ളതുകൊണ്ട് സ്വർണം മേടിച്ചു കൊടുക്കും. നേരത്തെ സ്വർണ്ണമൊന്നും ഇല്ല, എന്താന്ന് പോലെ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥലം വീതിച്ചു കൊടുക്കും പിള്ളേർക്ക്. അത് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും കൊടുക്കും. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും രണ്ടു കൂട്ടർക്കും കൊടുക്കും. പെണ്ണിൻ്റെ പെണ്ണിനെയും കൊടുക്കും. ഇപ്പം എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കൾക്ക് സ്ഥലമാണ് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. പിള്ളേർക്ക് പെൺമക്കളെ കെട്ടിച്ചപ്പോൾ സ്വർണം മേടിച്ചു കൊടുക്കും. ഇവിടെ എങ്ങനെയാ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഒരു വീട്ടിൽ തന്നെ താമസിക്കും? അത് കല്യാണം കഴിഞ്ഞ് ഇപ്പം അവർ വേറെ താമസിക്കും, വേറെ പെര വെച്ച് താമസിക്കും. അല്ലെങ്കിലും പ്രായപൂർത്തിയായി കഴിഞ്ഞ് ചെറുക്കനുണ്ടെങ്കിൽ ചെറുക്കൻ ചാവടിപ്പെര എന്നും പറഞ്ഞ അവർ ചെറുപ്പക്കാരെല്ലാം അവിടെ സത്രം എന്നും പറഞ്ഞ് സത്രത്തിൽ പോയി കിടക്കും. പിന്നെ പെൺപിള്ളേർക്ക് വേറെ സംവിധാനമുണ്ട്, അവരവിടെ കിടക്കും. വാലാംപെര എന്നും പറഞ്ഞ് അവിടെ 4 ദിവസവും അവര് മെൻസസ് ആയി കഴിഞ്ഞ് 4 ദിവസം മാറി താമസിക്കും. 4-ാം പക്കമാണ് വീട്ടിലേക്ക്. പ്രത്യേക വീടുണ്ട്. അത് ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ പണിത് തന്നിട്ടുണ്ട്. അതില് പിന്നെ നമ്മള് ഇവിടെ കോഴികളെക്കൂടി സ്ഥലത്ത് ഇപ്പൊ സർക്കാരിൽ നിന്ന് എല്ലാ സംവിധാനവും ട്രൈബൽസിൽ നിന്നും പെര വെച്ചറും ബ്ലോക്കിൽ നിന്നും പിന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളാണ് സർക്കാർ തരാറുള്ളത്. നമുക്ക് വീടുകൾ വെച്ച് തന്നിട്ട് കറണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ വഴി
സർക്കാരിൽ നിന്ന് വന്നിട്ട് കുടിവെള്ളം ജലനിധി എല്ലാം കൂടെ കുടിവെള്ളം ജലനിധിയിലെ കുടിവെള്ളം തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യവും തന്നിട്ടുണ്ട്. സർക്കാരിന് നമുക്ക് കുറ്റം പറയാനില്ല. നമ്മുടെ കൂടി അനുസരിച്ച് അതെ സന്തോഷമുള്ളൂ. സ്വന്തമായിട്ട് വന്യമൃഗ ശല്യം അവിടെ കൂടുതൽ ഇപ്പം കൂടുതൽ വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് 200 കിലോ ഉണക്ക ഏലക്കായ കിട്ടിയതാണ്. അപ്പം ഈ വർഷം എനിക്ക് ഈ ഏലക്ക 50 വർഷം കിട്ടിയത്. കഴിഞ്ഞ വർഷം 30 കിലോ കായ കിട്ടിയത്. ഈ വർഷം 300 കിലോ 400 കിലോയെങ്കിലും കിട്ടേണ്ടതാണ് മൊത്തം കഴിച്ചു. അതിന് സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് കിട്ടുന്നില്ല. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ അപേക്ഷ കൊടുത്താൽ കിട്ടത്തില്ല. നമ്മുടെ തേങ്ങയും നശിപ്പിച്ച് കളഞ്ഞു. അതിനുള്ള സംവിധാനം നഷ്ടപരിഹാരമായിട്ടൊന്നും ഇവർ തരത്തില്ല. അപേക്ഷ വെച്ചാലും കിട്ടാൻ കിട്ടില്ല കുറവാ. ആ ഫസ്റ്റിൽ കുറച്ച് നിസ്സാര പൈസ തരുന്ന ഒരു 10,000 15,000 ഇങ്ങനെ കിട്ടിയിട്ട് നമുക്ക് അല്ലോ. അങ്ങനെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം? ശരിയാണ്. ഇന്ന് ഇപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ? വന്യമൃഗത്തിൻ്റെ ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നേരിമംഗലത്തെ ഉണ്ടല്ലേ, ഇത് സർക്കാർ തന്നെ, നമ്മുടെ സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന വനവകുപ്പ് മന്ത്രിൻ്റെ ഓരോരോ വകുപ്പിന് മന്ത്രിമാരുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക, കേന്ദ്ര സർക്കാരിന് ഇത് അവരും ഈ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുത്ത് മന്ത്രിമാരായിട്ട് ഓരോരോ വകുപ്പുണ്ട്. അവരവിടെ നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവർ തീരുമാനിക്കാനുള്ള കേസ് അപ്പോഴും വഴി ഇപ്പോൾ തടസ്സം. നമ്മുടെ മലയോര കർഷകർ റോഡ് അത് അവർ നിയമസഭ പാസ്സാക്കിയാൽ മതിയല്ലോ. ആരോട് ചോദിക്കാൻ പോകുന്ന? കേന്ദ്രത്തിൽ പോയി ഇവർക്ക് തന്നെ പരിഹരിക്കാനുള്ളൂ. അതിനെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഇപ്പം ഈ റോഡ് വഴി ഇപ്പം എന്തോരം കഷ്ടപ്പെട്ട ഈ വഴി നമുക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന മന്ത്രിമാരൊക്കെ അപേക്ഷ കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് അത്രയും 1 സെൻറ്റ് അങ്ങോട്ട് നമ്മളെ ആ മരം കണ്ടോ നമ്മളിപ്പോൾ കയറി വന്ന കണ്ട് അതെല്ലാം അങ്ങോട്ട് പൊട്ടിക്കാൻ പോലെ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് വഴി നല്ല വഴിയാക്കി കൊണ്ടുവരാം. അവൻ പോർഷനെ കൊണ്ട് ശല്യമാണ്. പോർഷനെ കൊണ്ട് ഇവിടെ മലയോരത്തിൽ സഹകരിച്ചാൽ നല്ല വഴിയാവും. അതിൽ നമ്മുടെ നേരിമംഗലത്തിന് ഇപ്പറേ താഴെ 5 മൈൽ വരെ കണ്ടില്ലേ? 5 മൈലല്ല മേളിൽ നമ്മുടെ ഇവിടം വരെ ഇരുമ്പുപാലം, അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്പ് കണ്ടല്ലേ കിടക്കുന്ന. എങ്ങനെ അവർ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന തടഞ്ഞു നിർത്തിയിരിക്കുക. അതൊക്കെ എന്തോരം ജനങ്ങളിപ്പോൾ നടക്കുന്ന ഗസ്റ്റുകളായിട്ട് ടൂറിസ്റ്റായിട്ട് മൂന്നാറായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇടുക്കിയിലും ഇത് സത്യം പറഞ്ഞ സർക്കാർ മാറി വരുന്ന സർക്കാർ ഇവിടെ അവഗണിക്കുന്നതാണ്. ഇവർക്ക് തീരുമാനം എടുത്താൽ മതി. കഴിഞ്ഞു പോയ സർക്കാരും അത് തന്നെ പറയുന്നല്ലാതെ പ്രവർത്തിയിൽ ഇല്ല, പ്രവർത്തിക്കുന്നില്ല. അത് കേന്ദ്ര സർക്കാർ കുറ്റം പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഫണ്ട് കിട്ടുകയുള്ളൂ. അതിന് പ്രയോജനപ്പെടുത്താൻ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ നമ്മുടെ കേരള സർക്കാരാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് സർക്കാരുണ്ട്. വനഭൂമിയെല്ലാം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, ആ മന്ത്രിയും ഉണ്ടല്ലോ. മന്ത്രി തീരുമാനിച്ച പോരെ. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊരത്തിക്കുടിയിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ പറയുണ്ടായി, ഇവിടെ കുടികൾക്ക് കിട്ടുന്ന റേഷൻ സംവിധാനങ്ങൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പലതും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് ഒരു പറച്ചിലുണ്ടായി. നിങ്ങളുടെ അവിടുത്തെ എങ്ങനെയാണ് ഇവിടെ? കുറച്ചുകൂടി നമ്മുടെ ഇവിടേക്ക് സർക്കാരിൽ നിന്ന് അങ്ങനെ റേഷൻ അരി സർക്കാരിൽ നിന്ന് കിട്ടുന്ന, ട്രൈബിളിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, അല്ലാതെ കിട്ടുന്നുണ്ട് നമുക്ക് കിറ്റുകളായിട്ട്. അതൊന്നും ഒരു വെട്ടിപ്പ് ഇതുവരെ നടത്തിയിട്ടായിട്ട് എനിക്ക് മനസ്സറിഞ്ഞില്ല, അറിയില്ല. കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇല്ല നമുക്ക് കിട്ടുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. ഹോസ്റ്റല് അതുപോലെ തന്നെ ഹോസ്റ്റൽ MRCയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇടുക്കിയിലുണ്ട്, മൂന്നാറിലുണ്ട്. ഹോസ്റ്റൽ സൗകര്യങ്ങളിലും നമുക്ക് തടസ്സമൊന്നുമില്ല. അവർ പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർ അത് കൃത്യമായിട്ട് അതിന് കുട്ടികളെ അത്രയും അതിനെക്കുറിച്ച് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണെന്ന് തോന്നുന്നു. പിള്ളേരെ രക്ഷകർത്താക്കളാണ് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ കൊണ്ടാക്കേണ്ടത്. സർക്കാരിൽ നിന്ന് കുറ്റം പറയാറില്ല. ഞാൻ കണ്ട സ്ഥിതിക്ക് MRC നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആദിവാസികൾക്ക്.
ആദിവാസികൾക്ക് പ്രത്യേക മൂന്നാറിലുണ്ട് ആദിവാസികൾ കുട്ടികൾക്ക് പഠിക്കാൻ MRS ഉണ്ട് മൂന്നാറിൽ, ഇടുക്കിയിൽ MRS ഉണ്ട്. പിന്നെ അടിമ ഹോസ്റ്റലുകൾ ഒത്തിരി ഹോസ്റ്റലുകളുണ്ട്. അവിടെയൊക്കെ നിർത്തി പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം എല്ലാവരും ഇതിലും ഭക്ഷണത്തിനും കുറ്റം പറയാറില്ല, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് രക്ഷകർത്താക്കളുടെ ശ്രദ്ധക്കുറവുണ്ട്. അപ്പുറത്തത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നതാണ്. റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലം ഇടമലക്കുടി, അങ്ങ് കുറത്തിക്കുടി അത് കൂട്ടാം നമുക്ക്, അത്രയും ദൂരമല്ലേ ഉൾക്കാട്ടിലല്ലേ കിടക്കുന്നത്. അതിലൊക്കെ ചിലപ്പം സംഭവിക്കും, അതൊക്കെ പറയാൻ പറ്റത്തില്ല, നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവെ നമ്മുടെ കൂടി അനുസരിച്ച് ഇങ്ങനെയുള്ള സർക്കാരിന് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കൂടുതൽ ഇച്ചിരി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ സർക്കാർ ഇങ്ങനെ പട്ടായം തരണം. ഈ ഫോറസ്റ്റുകാരന് തടസ്സമുണ്ട്, പട്ടായം കിട്ടുന്നില്ല. ഇപ്പൊ സെറ്റിൽമെന്റ് തന്നെ ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ആയിട്ട് അവങ്ങരിച്ചെങ്കിൽ ഞങ്ങളുടെ ജണ്ട ഇട്ട് 80 ഞങ്ങൾക്ക് പതിച്ച് കല്ലിട്ട് തിരിച്ചു വന്നാൽ കല്ല് മുകളിൽ അവർ ജണ്ട പണിന്നിട്ട് ഫോറസ്റ്റ് ആണെന്നും പറഞ്ഞ അവരുടെ വാദം. ഞാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ അദാലത്തുണ്ടായിരുന്നു, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ കാലത്ത് റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഈ കല്ല് പോട്ടായി എടുത്തു വന്ന് അത് നമ്മുടെ കലക്ടറിന് കൊടുത്ത്, കലക്ടർ ദാസലാർ കൊടുത്ത്, ദാസലാരിൽ നിന്ന് വില്ലേജിൽ കൊടുത്ത്, വില്ലേജിൽ നിന്ന് എനിക്കും കത്ത് തന്നിട്ടുണ്ട്. അത് പോയി ചെന്ന് നോക്കി വെരിഫിക്കേഷൻ എടുത്ത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിക്കാൻ ഇതുവരെ അത് പാലിച്ചിട്ടില്ല, നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവര് പട്ടായം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ലോൺ മേടിക്കുന്ന പിള്ളേരെ മേൽപ്പെടുത്തും പഠിക്കും, 10ാം ക്ലാസ് +2 വരെ ഇങ്ങനെ ഹോസ്റ്റലിൽ പഠിപ്പിക്കാം. അതിനുശേഷം നമ്മളെങ്ങനെ ഞങ്ങളെങ്ങനെ പഠിപ്പിക്കും? പൈസ കിട്ടില്ലോ, പൈസ കൊടുത്തല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ജോലിക്ക് പോകണമെങ്കിൽ ഇത് പറച്ചിലുള്ളൂ. അതിന്റെ +2 കഴിഞ്ഞ് പിന്നെ പഠിത്തം കണക്കാ. അപ്പൊ അങ്ങനെ മുൻപോട്ടുള്ള ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. അതിനൊക്കെ നമ്മൾ എന്തോരം ഇത്ര വർഷങ്ങളായിട്ട് പറഞ്ഞാലും അത് പരിഹരിക്കുകയില്ല. ഇല്ല. അതിന് പട്ടായം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സഹകരണ ബാങ്കിൽ പട്ടായം ഉണ്ടെങ്കിൽ ലോൺ വെച്ച് പൈസ ലോൺ എടുത്ത് +2 കഴിഞ്ഞ് ഏതെങ്കിലും പഠിപ്പിച്ച് പിള്ളേർ വിദേശത്തിൽ എന്തെങ്കിലും ജോലിക്ക് കൊടുത്താ ഇവിടുന്ന് ആരെങ്കിലും കുട്ടികളുണ്ടോ ജോലി ചെയ്യുന്ന? ഇല്ല. അത് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആദിവാസികൾക്ക് ഫോറസ്റ്റിൽ നിന്ന് വാച്ചൊരു ജോലി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അതിന്റെ മേളിലേക്ക് നല്ല പഠിത്തം വേണ്ട, പഠിത്തമില്ല. അപ്പൊ പൈസയുടെ സാമ്പത്തികം ഇല്ല, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. പട്ടയം ഇല്ലാത്തതുകൊണ്ട് പട്ടയം ഇപ്പൊ എനിക്കൊക്കെ പട്ടയം ഉണ്ടായില്ല. എന്റെ പിള്ളേർ ഞാൻ നല്ല പട്ടയം കൊണ്ട് പണയം വെച്ച് ലോൺ എടുത്ത് കുട്ടികളെ പഠിപ്പിച്ചാൽ ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ പഠിപ്പിക്കായിരുന്നു. അങ്ങനെ ഒരു സംവിധാനമില്ല. സർക്കാർ അങ്ങനെ ഒരു ആദ്യം പട്ടയം തന്നായിരുന്നെങ്കിൽ പ്രയോജനപ്പെട്ടാനെ. ഇപ്പൊ ഇതിനേക്കാളും ഡെവലപ്മെന്റ് ആയിരുന്നേ. അതൊരു സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. അതിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വേറെ ഡിപ്പാർട്ട്മെന്റില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോട്ടമാണ്. അവര് വനമായിട്ട് അവര് ഏറ്റെടുത്തോട്ടെ. മനുഷ്യര് ജീവിക്കുന്ന ഇപ്പൊ മാങ്കുളം മൊത്തത്തില് മിച്ചഭൂമി അത് തിരിച്ച് അങ്ങോട്ട് ഒതുക്കിയിട്ട് അവര് മൃഗത്തിനെ അവർ നോക്കിക്കോട്ടെ. നമ്മൾ ജനങ്ങളായിട്ട് അവർ ബുദ്ധിമുട്ടില്ലല്ലോ. വനം നമ്മൾ നശിപ്പിക്കുന്നില്ല, കാട്ടിലോട്ടും കയറുന്നില്ല. ഗവൺമെന്റ് സ്ഥലം ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ഏരിയയിൽ അവർ പട്ടയം കൊടുത്ത് അവര് കാട് സംരക്ഷിക്കട്ടെ. അവര് നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളും ഫോറസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും, വനം കയറി നശിപ്പിക്കാതെ നമ്മൾ ഇപ്പോഴും ഉണ്ട് സപ്പോർട്ട്, അന്നും ഇന്നും ഉണ്ട്. അപ്പൊ നമ്മുടെ സ്ഥലത്തിന് കൃത്യമായിട്ട് ഫോറസ്റ്റ് അല്ലാതെ ആദിവാസികൾക്ക് പട്ടയം നൽകണം, നാട്ടിലുള്ള ജനങ്ങൾ പോലെ തന്നെ. എല്ലാരും മനുഷ്യരല്ലേ, ആദിവാസിയും നാട്ടിലുള്ളവരും എല്ലാം തുല്യമില്ല. വ്യത്യാസം പാടില്ല. എന്ത് നാട്ടിലുള്ള മുഴുവനായിട്ട് ഓരോരുത്തന് കൊല്ലോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശിക്ഷ എല്ലാം തുല്യമില്ലേ, എല്ലാവർക്കും തുല്യമാണല്ലോ. ആ നിയമം പിന്നെ ഇതിലും നിയമം കൃത്യമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകണം. നാട്ടിൽ പോലെ തന്നെ ഇവിടെ ആദിവാസികൾക്കും ഉണ്ടാകണം. അവര് മനുഷ്യരാ, മൃഗമല്ലല്ലോ. ആദിവാസി കാട്ടിലോട്ട് തന്നെ മാറ്റി നിർത്താൻ പാടില്ല. ഇപ്പൊ കാടിനെ സംരക്ഷിച്ച ആദിവാസികൾ കാട്ടുവാസികളാണ്. അപ്പൊ കാട്ടിൽ തന്നെ കിടക്കണം എന്നൊരു ധാരണയാ അവർക്ക് ധാരണയാ. അവരെങ്ങനെയെങ്കിലും ഇങ്ങനെ കാട്ടിൽ തന്നെ ഇട്ടേക്കണം പറഞ്ഞു. പണ്ടൊരു റേഞ്ചർ ഓഫീസർ വന്നായിരുന്നു. ആ പുള്ളി ഒന്ന് പറഞ്ഞു, ഈ റബ്ബറൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ചേമ്പും വാഴയും വെച്ചാൽ മതി എന്ന്.
അത് ചേമ്പ് മഴ അപ്പം ഞാൻ പറഞ്ഞ ഞങ്ങൾ ഇരിക്കാണ് നിങ്ങളെ ചേമ്പ് മാടിയും വെച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെ ഞങ്ങൾ മനുഷ്യരില്ലെന്ന് പറഞ്ഞു. മനുഷ്യരാണ്. ഞാൻ ഇവിടെ റബ്ബർ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എവിടുത്തെ കാരനാന്നോ മലപ്പുറം വന്നോ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി താഴെ കണ്ടില്ലേ നാട്ടുകാർ എങ്ങനെയായിരിക്കുന്നത്, അതുപോലെ ഞങ്ങൾ ജീവിക്കണം, അതുകൊണ്ട് നമ്മൾ റബ്ബർ വെക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ ആദിവാസി അല്ലെങ്കിൽ ഈ ഒരു കുടികളിലൊക്കെ ഇത് ശരിക്കും കേരളത്തിൽ തന്നെ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ഇങ്ങനെ പൊതുജനങ്ങളിൽ നല്ല നാട്ടുകാരിൽ നിന്ന് അവരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഗവൺമെൻറ് ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് ഇവർക്ക് വേണ്ടി. അത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പോട്ടുള്ള, അതായത് +2 വരെയുള്ള വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിന് മുമ്പോട്ടുള്ള പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അതുപോലെ തന്നെ ഇവർക്ക് മുമ്പോട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടണമെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ആവശ്യമുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ലക്ഷങ്ങളും മുടക്കി പഠിപ്പിക്കാൻ ഇവരുടെ കയ്യിൽ സാമ്പത്തികം ഇല്ല. പക്ഷേ ഇവർക്ക് ഇവരുടെ ഭൂമിക്ക് പട്ടയം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആ പട്ടയം വെച്ചിട്ടാണെങ്കിലും അവരുടെ കുട്ടികളെ ബാങ്കിൽ ലോൺ എടുത്താണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ ഇവരിലേക്ക് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എത്തിച്ചേരാനും അത് വേണ്ട വിധം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് ജനങ്ങളുടെ തന്നെ ജനപ്രതിനിധികളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ ഇവരുടെ പ്രശ്നങ്ങളെ പൊതുജനത്തിൻ്റെ മധ്യത്തിലും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മധ്യത്തിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ മുമ്പിലും ഒക്കെ എത്തിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. ഈ മാധ്യമങ്ങളാണെങ്കിലും ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറാവേണ്ടതാണ്. ഇവിടെ ഈ കുടികളിലൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വന്യജീവികളുടെ ആക്രമണം എന്നുള്ളത്. ഇവരൊക്കെ ജീവൻ കൈപ്പിടിച്ച് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വന്യമൃഗങ്ങളും ഇവിടെയുണ്ട്. കാട്ടാനയും കടുവയും പുലിയും അതുപോലെ തന്നെ കാട്ടുപന്നി. ഇവരൊക്കെ കൃഷി ചെയ്യുന്ന പകുതി സാധനങ്ങൾ പോലും ഇവർക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഇവർക്ക് 200 കിലോ ഏലക്ക കിട്ടിയതാണ്. ഈ വർഷം കിട്ടിയത് അത് വെറും 30 കിലോ മാത്രമാണെന്ന്. അപ്പോൾ അത് എന്തുമാത്രം നഷ്ടം. അപ്പോൾ ഇവരുടെ അധ്വാനത്തിൻ്റെ വില പോലും ഇവർക്ക് കിട്ടുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ ഈ വന്യമൃഗങ്ങളെ കൺട്രോൾ ചെയ്യാനും ആ വന്യമൃഗങ്ങളെ ഈ ജനവാസ മേഖലകളിലേക്ക് വരാതെ അതിൽ നിന്ന് ഇവരെ രക്ഷിക്കാനും ഒക്കെയുള്ള പദ്ധതികൾ ഗവൺമെൻറ് വേണ്ടതുപോലെ നടപ്പിലാക്കാനായിട്ട് ശ്രദ്ധിക്കാനും ഒക്കെ ഇതിനു വേണ്ടി ശബ്ദമുയർത്താനായിട്ടും ഈ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഒക്കെ തയ്യാറാവേണ്ടതാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും നമുക്ക് നമ്മുടെ ഭൂമി നമ്മളെപ്പോലെ തന്നെ ഇവരും എല്ലാവരും ഭൂമിക്ക് തുല്യ അവകാശമുള്ളവരാണ്. നമുക്ക് ജീവിക്കാൻ എത്രമാത്രം അവകാശമുണ്ടോ, നമുക്ക് എന്തുമാത്രം ഈ ഭൂമിയിലെ റിസോഴ്സ് യൂസ് ചെയ്യാൻ എന്തുമാത്രം അധികാരമുണ്ടോ അതുപോലെ തന്നെ അധികാരപ്പെട്ടവരാണ് ഇവരും. ഇവരെ മാത്രം നമ്മൾ മാറ്റി നിർത്തുകയും അല്ലെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനോ നല്ല സംവിധാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരുന്നൊരവസ്ഥയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ മാറ്റി നിർത്തലാണ്. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാതെ ഇവരെയും നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തി എല്ലാ സംവിധാനങ്ങളും നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഇവർക്കും കിട്ടാനും അതുപോലെ തന്നെ ഇവരും സമൂഹത്തിൽ നല്ല നല്ല നിലകളിലേക്ക് എത്തിച്ചേരാനും ചില സ്ഥലങ്ങളിലൊക്കെ അവർ നല്ല സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു സംവിധാനം കിട്ടുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടാനും നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ ഗവൺമെൻറ്റും എല്ലാ ജനവിഭാഗങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ പരിശ്രമിക്കേണ്ടതാണ്. ഇതിനായിട്ട് തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു തടസ്സം എന്താണെന്നും ആ ഒരു പ്രശ്നം എന്താണെന്നും പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.